ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ കുറേ ക്ലാസ്സിലായിട്ട് കേൾക്കുന്നു മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ഗോൾസ്. In working on the psychological factors stimulate the people behavior can be desire for money, success, recognition, job satisfaction, teamwork, etc. അതായത് ഒരു ആൾക്കാരെ പ്രേരിപ്പിക്കാം, അവരെ കൊണ്ടൊരു നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഓർഗനൈസേഷനിൽ നമ്മൾ ഗോൾസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റാണ് എന്തെന്നാണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയേണ്ടത്. പല രീതിക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, ഒരു എംപ്ലോയിനെ പല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ടോ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നീഷൻ നല്ലൊരു പൊസിഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല ടീം വർക്ക് ഉണ്ടാക്കിയിട്ടോ, അങ്ങനെ പല രീതിയിൽ അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ഒരു കോളേജിലേക്ക് ഒരു സ്റ്റുഡൻസിന് അവർക്ക് ആ ഇതിലേക്ക് താല്പര്യപ്പെടാൻ, ആ പഠിപ്പിലോട് താല്പര്യപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ടീച്ചേഴ്സ് നല്ല രീതിയിലുള്ള പെരുമാറ്റമാവാം, അല്ലെങ്കിൽ നല്ല മാർക്ക് ഇട്ട് കൊടുത്തോ, അല്ലെങ്കിൽ അപ്രീസിയേഷൻ കൊടുത്തിട്ടോ, അങ്ങനെ പല രീതിയിലും ഒരു സ്റ്റുഡൻസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഒരു എംപ്ലോയീനെ പല രീതിയിലേക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ആ മോട്ടിവേറ്റിനെയാണ് നമ്മൾ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. അതാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ. മാനേജ്മെൻറ്റ് ഈസ് ബൈ മോട്ടിവേഷൻ, അതായത് is a process through which manager encourages employees to productivity and effective. It is a manager's job to motivate employees to do their job well. Motivation techniques are used by managers to achieve the organization or goals. There are many ways to motivate employees. Management by motivation ഒരു പ്രോസസ്സാണ്. മാനേജർ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എന്തിനാണ്? നന്നായി എഫക്റ്റീവ്ലി ആൻഡ് പ്രൊഡക്റ്റീവ്ലി നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ തന്നെ അവരോട് അവരുടെ ജോബ് ടു മോട്ടിവേറ്റ് എംപ്ലോയി ടു ഡു ദെയർ ജോബ് വെൽ. എന്തിനെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യണം? അവരുടെ ജോലി നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ മോട്ടിവേഷൻ ടെക്നിക്സ് യൂസ്ഡ് ബൈ ടു അച്ചീവ് അതോടൊപ്പം തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് പറ്റുന്നത്. നല്ലൊരു പ്രൊഡക്ടിവിറ്റിയിലൂടെ നല്ല രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിപ്പെടും. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം നല്ല രീതിയിലേക്ക് തന്നെ നമ്മുടെ ഈ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുന്നു. അതാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത്. പല രീതിയിലും നമ്മുടെ എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു, in order to satisfy the need, motivate employee, various incentives are offered. Incentive means measure that we taken to motivate employee to improve. പല ഇൻസെൻറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലേ? വേരിയസ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയുണ്ട്, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും. അതിൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് അളക്കാൻ പറ്റുന്നതിന് പറയുന്ന ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മിഠായി കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റണം. അതേപോലെ തന്നെ എംപ്ലോയീസിനെ സംബന്ധിച്ചുള്ള അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നല്ല സാലറി കൂട്ടി കൊടുക്കുക, നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർ ചെയ്ത കാര്യത്തിനൊക്കെ ചെയ്ത കാര്യത്തിനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞത് the financial incentive refers incentive in direct monetary form, measurable monetary form which motivate people for the better perform. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. മെഷറബിൾ ഇൻസെൻറ്റീവ് ഇൻ ഡയറക്റ്റ് മോണിറ്ററി ഫോം, മെഷറബിൾ ഇൻ മോണിറ്ററി വിച്ച് ഇൻ മോട്ടിവേറ്റ് പീപ്പിളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷറബിൾ ഇതിനെ പറയണതാണ് എന്തെന്നാണത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് യൂഷ്വലി ഓഫേർഡ് ബൈ ഓർഗനൈസേഷൻ ആർ ഫോളോയിങ്. എന്തൊക്കെ ഇൻസെൻറ്റീവ്സ് ആണ്, അതായത് എന്തൊക്കെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്നത്? അവരെ പേ ആൻഡ് അലവൻസ്,
For many, salary is the basic incentive. Every year there will be increase in salary by way of incentives and allowance occasionally. Some organizations prefer to give a pay hike and increment linked with the performance. അതായത് പേ ആൻഡ് അലവൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പേ ആൻഡ് അലവൻസ് അതായത് ഇപ്പം നമ്മൾ സാലറിക്ക് പുറമെ നമ്മൾ ഇയർ ഓഫ് എക്സ്പീരിയൻസ് വരണ അനുസരിച്ചിട്ട് ഓരോ സാലറിയോടൊപ്പം കുറച്ച് ഇൻക്രിമെൻ്റ് കൂട്ടി കൊടുക്കും ഒരു കൊല്ലമാകുമ്പോൾ. ഇപ്പോൾ ഒരാൾക്ക് സാലറി 12,000 ആണെങ്കിൽ ഇപ്പോൾ നവംബറിലാണ് കയറിയെങ്കിൽ ആ വ്യക്തിക്ക് അടുത്ത നവംബർ ആകുമ്പോൾ അയാൾക്ക് ഒരു 1,000 രൂപ ഇൻക്രിമെൻ്റ് ആയിട്ട് അതൊരു കൊല്ലത്തെ എക്സ്പീരിയൻസ് കൂടുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇൻക്രിമെൻ്റ് ഓരോ വർഷം കൂടുക. അതുപോലെ അലവൻസുകൾ, ഇപ്പോൾ ഓണം അലവൻസ്, ക്രിസ്മസ് അലവൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ എന്താണ് ഒരു തൃപ്തിയാവുകയാണ് ചെയ്യുന്നത്. അതാണ് പേ ആൻഡ് അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വിത്ത് വേജ് ഇൻസെൻറ്റീവ്സ്. Many organizations design a wage incentive plan linking with productivity and individual or group level. പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വിത്ത് വേജ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞത് ഹൈലി പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ലേ. ഇപ്പം നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല ടീം വർക്കിന് അവർക്ക് എന്താണ് ഒരു നിശ്ചിത എന്താ പറയുക ഇൻസെൻറ്റീവ്, വേജ് ഇൻസെൻറ്റീവ്സ് ഒരു ഇച്ചിരി പൈസ കൊടുക്കും. ഇപ്പോൾ നല്ല കളിച്ചൊരു ടീമിനാണെങ്കിൽ ഒരു ട്രോഫി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡാൻസ് കളിച്ച് ഒരു ഗ്രൂപ്പായി ഡാൻസ് കളിച്ച് ആ ഗ്രൂപ്പിനൊരു എന്താ പറയുക ഒരു ട്രോഫി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവർ ചെയ്ത കാര്യത്തിന് ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ അയാൾ ചെയ്ത അയാൾക്കൊരു പൈസ കുറച്ച് കൊടുക്കാം. ബോണസ് അല്ലേ, പ്രോഫിറ്റ് മേക്ക് എൻ്റെ ലംസം എവറി ഇയർ കോൾഡ് ബോണസ് കൊടുക്കാം അഡീഷണലായിട്ട്. Profit is criteria for such payment. It is an incentives offered over above the salary or wages to the employees. സാലറിയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ വേജസോ അതിൻ്റെ ഒപ്പം കൂടുതൽ അതല്ലാണ്ട് വേറൊരു എമൗണ്ട് കൊടുക്കുക. ബോണസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബോണസൊക്കെ അറിയണതാണല്ലോ നിങ്ങൾക്ക്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്നാണ് എന്താ, giving an opportunity to employees to get a share of profit to organization over and above wages or in financial incentive. This motivates employees to improve their performance for increased profits. എന്താ പറയുക, ഒരു കമ്പനിക്ക് ലാഭം കൂടിയാൽ, ലാഭം വന്നു കഴിഞ്ഞാൽ ആ കമ്പനി എന്താണ് അവരുടെ കുറച്ച് ഷെയർസ് സാലറിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം കുറച്ച് കൂട്ടി അവർ കൊടുക്കും. ഇപ്പോൾ കമ്പനിയൊക്കെ നല്ല ലാഭത്തിലാണ് പോണത്, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണി കൂടുതലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് സാലറി. ഇപ്പോൾ ഒരു ഡെയിലി വേജസ് ആയ ഒരു വ്യക്തി 300 രൂപയ്ക്ക് ഡെയിലി ആയിട്ട് പോണ വ്യക്തിക്ക് പറയാം അന്ന് കുറച്ച് കച്ചവടം കൂടുതലുണ്ട്, നീ ഒരു 100 രൂപ വെക്കി എന്നൊക്കെ പറയാം. അങ്ങനെ വരും. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയർ അയാൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അത് അവരുടെ എംപ്ലോയീസിന് കുറച്ച് രൂപയായിട്ട് കൊടുക്കാം. കോ പാർട്ട്ണർഷിപ്പ് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ളത് ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനീസിലാണ് കൂടുതലുണ്ടാവുക. സ്റ്റോക്ക് ഓപ്ഷൻ ഈസ് മോണിറ്ററി ഇൻസെൻറ്റീവ് ബൈ വിച്ച് ഓർഗനൈസേഷൻ ഓഫർ ഷെയർ ടു എംപ്ലോയ് അറ്റ് സെറ്റ് പ്രൈസ് വിച്ച് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. ദീസ് ക്രിയേറ്റ് എ സെൻസ് ബിലോങ്ങിങ് എ പാർട്ട് ഓഫ് എംപ്ലോയീസ് ആസ് ദേ ആർ ദ കൺസിഡേഴ്സ് എ പാർട്ട് ഓഫ് ഓണർ. നമ്മൾ പറയാറുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ഉള്ളത് മാർക്കറ്റ് കിട്ടണേക്കാളും ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10 രൂപയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് 5 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയാം. അങ്ങനെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവ് എമൗണ്ട് ഓഫ് പ്രൈസ് കൊടുക്കും. അപ്പോൾ എന്താണ് അവർക്കൊന്നും തോന്നും ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി, അവർക്കൊരു നമ്മൾ ഓണേഴ്സാണ്, ഞങ്ങൾ ഇവിടുത്തെ ഇതുണ്ട്, ഞങ്ങൾക്ക് ഷെയറൊക്കെ കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടും ചെയ്യും ഇല്ലേ. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം. കുറേ ഇതാകുമ്പോൾ ഷെയർസ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി ഷെയർസിൻ്റെ വാല്യൂ ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് ഇവർക്കൊരു ലാഭമല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് അതനുസരിച്ച് ഇവർ വർക്കും ചെയ്യും. അതാണ് കോ പാർട്ട്ണർഷിപ്പ് ഓർ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് ഒരു ഇത് പറയണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അല്ലേ. റിട്ടയർമെൻറ്റ് അറിയാലോ, ഇപ്പം ആ സ്കീമില്ല,
മുമ്പ് ഉണ്ടായിരുന്നു പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ പോലെ. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഇൻ ഫോംസ് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, PF, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എക്സെട്ര പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു എംപ്ലോയി ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഇപ്പോൾ ഇപ്പോഴും ഒരു റിട്ടയർ ആവുമ്പോൾ 56 വയസ്സിലാവുമല്ലോ, അതിന് അവർക്ക് പണി ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് അവർക്കൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഇൻസെൻറ്റീവ്സ് ആണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ് എന്തെന്ന് പറയുന്നത്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അതല്ലെങ്കിൽ PF, നമ്മുടെ സാലറിയിൽ നിന്ന് ഇത്ര രൂപ PF-ലേക്ക് അടയ്ക്കും. ആ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ആ PF-ൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടും. അതേപോലെ പെൻഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, കമ്പനി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും എന്താ പറയുക, ഇനിയിപ്പോൾ വയസ്സായാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടാവില്ലേ. അടുത്തത് പെർക്വിസിറ്റ്. In many organizations, very perquisite and fringe benefits are given to employees as financial incentive. This include housing, medical and vehicle allowance, education to children, etc., which are offered over and above the salary. This benefit help to provide motivation to employees or managers. അതായത് നമ്മുടെ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ സാലറിയും അതേപോലെ ഇതൊക്കെ പൈസയുടെ കാര്യമല്ലേ പറഞ്ഞാൽ, അത് കൂടാണ്ട് വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയുടെ ഒപ്പം തന്നെ ഉള്ളതാണ് ഹൗസിങ്, മെഡിക്കൽ അല്ലെങ്കിൽ വെഹിക്കിൾ അലവൻസ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടി എടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പോയ പൈസ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ESI, മെഡിക്കലിൽ സംബന്ധമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റുകളും കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക, അവർക്കൊരു പ്രചോദനമാണ് അവിടെ വർക്ക് ചെയ്യാൻ. ESI ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾക്കാണെങ്കിൽ എന്താ ഉണ്ടാവുക, എനിക്ക് ESI ഉണ്ട്, അപ്പോൾ എൻ്റെ കമ്പനിയിൽ ESI ഉണ്ട്, അപ്പോൾ മരുന്നിനൊക്കെ ഉണ്ടാവില്ല, മരുന്നിൻ്റെ ESIയുടെ ഇതുണ്ടെങ്കിൽ നമുക്ക് മരുന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റ്സും എന്തിൽ കൊടുക്കണുണ്ട് ചില കമ്പനികൾ. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യണം, അതായത് ഇൻസെൻറ്റീവ്സ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. നെക്സ്റ്റ് ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. വി കാൺട്ട് മെഷർ, അതിനെ പറയുന്നത് ഇൻ ടേംസ് നോട്ട് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ആയിട്ട് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്തെന്നാണ് നോൺ ഫിനാൻഷ്യൽ ഓർ നോൺ മോണിറ്ററി. They are the certain needs which are psychological, social or emotional in character. Non-financial incentives are on needs. ആവശ്യമാണ്, പൈസയില്ല, അല്ലാത്ത ആവശ്യങ്ങളെയാണ് ഇതെന്നാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് മീൻസ് റാങ്കിങ് ഓഫ് പൊസിഷൻ ഇൻ ഓർഗനൈസേഷൻ. ദ അതോറിറ്റി റെക്കഗ്നേഷൻ, പേ ആൻഡ് പെർക്വിസിറ്റ്, റിവാർഡ്സ് എക്സെട്ര ഇൻഡിക്കേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ ഇൻ ഓർഗനൈസേഷൻ. യൂഷ്വലി ദ ടേം മോർ അപ്രോപ്രിയേറ്റ് പേഴ്സൺ ഹോൾലി മാനേജ് പൊസിഷൻ. സ്റ്റാറ്റസ് ഫുൾഫിൽ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് എക്സ്ട്രീം നീഡ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. സ്റ്റാറ്റസ് കിട്ടും അല്ലേ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ കാര്യങ്ങൾ, സ്റ്റാറ്റസ് റാങ്കിങ്, അതായത് ഇത്ര എക്സ്പീരിയൻസ് ആയി ഞാൻ, അപ്പോൾ എനിക്കൊരു സ്ഥാനക്കയറ്റം വേണം. അപ്പോൾ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യണതൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ് ആണെങ്കിൽ ഒരു പ്രിൻസിപ്പളാക്കുക, അല്ലെങ്കിൽ ഒരു HOD ആക്കുക. അപ്പോൾ അവർക്ക് ഞാൻ ഇത്ര വലിയ പൊസിഷനിലിരിക്കുമ്പോൾ ഞാൻ ഇത്ര പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ എന്നെ ഇത്ര ഒരു വലിയതാക്കിയതുകൊണ്ട് എനിക്ക് ഈ സ്ഥാപനത്തേക്ക് അത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തേ പറ്റൂ. അതേപോലെ തന്നെ എന്താ പറയുക, അത് അവരുടെ ഒരു എസ്റ്റീം നീഡെന്നാണ് എന്തെന്നാണ് സ്റ്റാറ്റസ് കൊണ്ട് അവർ പറയുന്നത്. നമ്മൾ സൈക്കോളജിക്കൽ നമ്മുടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല സോഷ്യൽ എസ്റ്റീം നീഡ്സ്. അപ്പം അത് എന്താ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടെ എവിടെയും കിട്ടണം, സ്ഥാനം കിട്ടണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് ഒരു എന്താ പറയുക നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മേ ഡിഫർ ഓർഗനൈസേഷൻ ടു ദ because of various characters compared to others. These characters very much influence the behavior of individual in organization. Some such characteristics are individually autonomic, consideration to employees, rewards, etc. If managers take a positive approach with these aspects, it helps to develop a favorable organizational climate. Organization climate നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് എന്തെന്ന് നമുക്ക് എപ്പോഴും നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ക്ലൈമറ്റ് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക മാനേജേഴ്സ് എന്തെടുക്കാനും പോസിറ്റീവായിട്ട് എടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ. അതേപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെയും സ്ഥിതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക.
career advancement opportunity. Employee want to grow level in organization. If the employer provide opportunity for the career advancement and growth, they will be satisfied and committed to organization goals. Appropriate skill and development programs and sound promotional policy encourage employee to improve the performance. Job enrichment means job enrichment means designing job to include. അതായത് നമ്മുടെ ഇതിൽ ഈ ഓർഗനൈസേഷൻ കരിയർ ഗൈഡൻസ് കൊടുക്കുക. കരിയർ ഗൈഡൻസ് കൊടുക്കുമ്പോൾ എന്താണ്, അവർക്ക് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കോളേജിൽ നിന്ന് ഒരു എക്സ്ട്രാ ആയിട്ടൊരു കാര്യം പഠിപ്പിക്കാമെന്ന് വയ്ക്കും. എക്സ്ട്രാ ഒരു ഇപ്പം ഗേൾസിനെ സംബന്ധിച്ചോളം വല്ല എന്താ പറയുക ഒരു നിങ്ങളെ സംബന്ധിച്ച് ഒരു ടാലി കോഴ്സ് അഡീഷണലായിട്ട് നിങ്ങൾക്ക് തരികയെന്ന് വയ്ക്കും. അത് ക്ലാസ് ഇപ്പോൾ ഒരു 6 മാസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതോട് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ നല്ലൊരു ഇതെന്ന് വിചാരിക്കും. ഇത് എക്സാമ്പിളായിട്ടോ പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഇതൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക, അങ്ങനത്തെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ പുറമേത്തെ കുട്ടികളും പഠിക്കാൻ ആ കോളേജിലേക്ക് വരും അല്ലേ. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക, അതിലേക്ക് അവരെന്നെ ഹെൽപ്പ് ചെയ്തല്ലോ, അപ്പോൾ അവിടേക്ക് അവർ തിരിച്ചും ഹെൽപ്പ് ചെയ്യാനൊരു ഇതുണ്ടാവും. അതാണ് കരിയർ. അതുപോലെ പല കാര്യത്തിനും ട്രെയിൻ ചെയ്ത് വിടുക, പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് വേണ്ട പല കാര്യങ്ങളും പഠിപ്പിക്കാൻ അയക്കുക. അപ്പോൾ അയാൾക്ക് അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു നോളേജാണ് കിട്ടുകയും ചെയ്യും. അത് അതിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിനെ കൺസിഡർ ചെയ്തു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് എന്തെന്ന് കരിയർ അഡ്വാൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ കൊറോണ സമയത്ത് നഴ്സുമാരെയൊക്കെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു, എസ്റ്റർമെൻ സിറ്റി. അപ്പോൾ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞത് കരിയർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞത് ഡിസൈനിങ് ജോബ് ടു ഇൻക്ലൂഡ് വെരി മെനി ആസ്പെക്ട് ടു മേക്ക് ഇൻട്രസ്റ്റിംഗ് ടു എംപ്ലോയ്, ഇൻക്ലൂഡിംഗ് വൈഡ് വെറൈറ്റി വർക്ക് കണ്ടന്റ് റിക്വയർമെൻറ്റ്, ഹയർ ലെവൽ നോളേജ് ആൻഡ് സ്കിൽ, ഗിവിംഗ് വർക്കേഴ്സ് മോർ ഓട്ടോണമി, റെസ്പോൺസിബിലിറ്റി, പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആസ് പെർ ദ ജോബ് ഇറ്റ് സെൽഫ് ബിക്കം എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ എംപ്ലോയീസ്. അതായത് ജോബിൽ നിന്നിട്ട് തന്നെ ജോബ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാം. അതായത് വൈഡ് വെറൈറ്റി ഓഫ് വർക്ക് കണ്ടന്റ് റിക്വയറിങ് ഹയർ ലെവൽ ഓഫ് നോളജ് ആൻഡ് സ്കില്ല്. ഇതിനെന്താ വേണ്ടത്, നമുക്ക് ജോബിൽ നിൽക്കാൻ എന്താണ് നല്ല നോളേജും കാര്യങ്ങളും വേണം. അത് വർക്കേഴ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വർക്കേഴ്സിന് ഓട്ടോണമി ആയിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ അതോറിറ്റി കൊടുക്കുക, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അങ്ങനെ മാത്രമാണ് അതിൽ വളരാൻ ചെയ്യുക. അതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി റെക്കഗ്നേഷൻ പ്രോഗ്രാം, അതായത് എക്നോളജ്മെൻറ്റ് ആൻഡ് അപ്രീസിയേഷൻ അല്ലേ, റെക്കഗ്നേഷൻ അതായത് അംഗീകാരം കിട്ടുക of good performance. Some examples are employee recognition are congratulate employee for good work, displaying on the notice board, giving newsletters of company about the good performance or achievement of employee, give an awards of certificate best perform, rewarding employees. അതായത് നമ്മുടെ എംപ്ലോയീസിനെ എന്താ പറയുക റിക്കഗ്നൈഷൻ ചെയ്യുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തതാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒരു കോളേജിലത്തെ ഒരു കുട്ടിക്ക് ഇൻ്റർസോൺ വരെ സമ്മാനം കിട്ടി. ആ കുട്ടീനെ എന്താ ചെയ്യുക, നമ്മൾ കോളേജിലാണെങ്കിൽ മൈക്കിൽ അനൗൺസ് ചെയ്യും, നോട്ടീസ് ബോർഡിൽ ആ കുട്ടിയുടെ ഫോട്ടോ ന്യൂസിൽ വരിക, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ വക അനുമോദിക്കുക, അങ്ങനെ വേണം. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ആ ഒരു വ്യക്തി എന്താണ് അയാൾ ചെയ്യുന്ന ഒരു കമ്പനിക്ക് അയാൾ ചെയ്തു, അത് നമ്മുടെ കമ്പനിക്കും കൂടി നേട്ടമാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, അയാൾക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് അവാർഡ് കിട്ടുകയാണ്, അല്ലെങ്കിൽ അയാളുടെ പേര് എന്നിട്ട് പേപ്പറിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര അംഗീകാരം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ വരുമ്പോൾ വലിയ സന്തോഷമല്ലേ. അതാണ് എന്താ എംപ്ലോയി റെക്കഗ്നേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് എന്താ, എംപ്ലോയിഡ് വാണ്ട് സെക്യൂർ ജോബ് എന്ത് വന്നാലും വേണം അല്ലേ, അതിനൊരു സെക്യൂരിറ്റി കൊടുക്കണം. അതായത് ഇപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഇന്ത്യയിലായതുകൊണ്ട് ജോബ് സെക്യൂരിറ്റി കൊടുക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്താ പറയുക, അവരുടെ ഇൻകത്തിനെ പറ്റിയിട്ട് യാതൊന്നും ചിന്തിക്കുക. ചില സ്ഥാപനങ്ങളുണ്ട് എന്താ പറയുക, ഓരോ കൊല്ലം ഓരോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എന്താണ് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല അല്ല, ജോബിന് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല.
അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു ജോലിയിലൊരു ഭദ്രത ആക്കുക, അതാണ് ജോബ് സെക്യൂരിറ്റി കൊണ്ടുവരുന്നത്. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, അതായത് പല ഡിസിഷൻസ് എടുക്കാനെങ്കിലും അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക, ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേഷൻ ഉണ്ടാവും അല്ലേ, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനൊരു കമ്മിറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പരിഗണിക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് ആ കാര്യത്തിനോട് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി എംപവർമെൻറ്റ് എന്ന് പറഞ്ഞത് means give a more autonomy, powers and to subordinates. This make feel that what they contribute towards the organization through their jobs is important. അതായത് എംപ്ലോയി എംപവർമെൻറ്റ്, അതായത് എംപ്ലോയീസിന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതേപോലെ അവർക്ക് സബോർഡിനേറ്റ്സ് ഒപ്പം ഉള്ളവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പവേഴ്സ് കൊടുക്കുക. അതോടെ അവർക്ക് എന്താണ് ഉണ്ടാവുക, അവർക്ക് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അവരുടെ വർക്കിലെ കാര്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാവുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയി മാനേജ്മെൻറ്റ്, അതായത് പ്രോസസ്സ്, എംപ്ലോയിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് observe employee performance throughout an evaluation period. The manager should not wait till perform appraisal completed to conduct how to employee to do their work. Compare employees' job description to the duties actually performed. In many cases, employee perform duties and tasks they aren't reflected in their formal job description. അതായത് ഇവാലുവേറ്റ് ചെയ്യുക, അവരെത്രത്തോളം ചെയ്തു, അത് അയാൾ അത് തീരണ വരെ നോക്കിയിരിക്കരുത്, അത് ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ആ കാര്യത്തിന് എന്താ പറയുക നോക്കുക, അവരെങ്ങനെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ചെയ്യണതിൻ്റെ ഇടയിലുള്ള തെറ്റല്ലേ പറയേണ്ടത്. അപ്പോൾ അതാണ് ഒബ്സർവ് എംപ്ലോയി പെർഫോമൻസ് ത്രൂ ഔട്ട് എൻ ഇവാലുവേഷൻ പീരീഡ്. ഗീവ് എംപ്ലോയീസ് റെഗുലർ ഫീഡ്ബാക്ക്. പോസിറ്റീവ് വേർഡ്സ് ആർ യൂസ്ഡ് ടു കമാൻഡ് അബൌട്ട് എംപ്ലോയി ഫോർ ഡൂയിങ് ദർ ജോബ് വെൽ ആൻഡ് പ്രൊവൈഡ് എ ഫ്രാങ്ക് ആൻഡ് പ്രൊഡക്റ്റീവ് ഫീഡ്ബാക്ക് ടു ദ പെർഫോമൻസ് ഇഷ്യൂ. Addressing performance issues earliest can be lead instant improvement. Instead to letting efficient growth, the point that is require a disciplinary actions. അതായത് എംപ്ലോയീസിന് റെഗുലറായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. എംപ്ലോയീസിന് റെഗുലറായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കണതുകൊണ്ട് എന്തായിരിക്കും ഗുണം, അങ്ങനെ എന്താ പറയുക, അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അപ്പം ആ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവർക്ക് എന്താ പറയുക, അത് തിരുത്തിയിട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് നല്ല കാര്യം ചെയ്താൽ പോസിറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കുക. അതാണ് ഗീവ് എംപ്ലോയി റെഗുലർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. ഷെഡ്യൂൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് ടു റെക്കഗ്നൈസ് എംപ്ലോയി. Employee meeting recognize employee whose performance exceed exceptions. Employees recognition terminus motivated according to the management Professor Federico Varese, who advocate the use of employee recognition in two-factor theory on that what employee need for the job satisfaction. അതായത് റെക്കഗ്നൈസ് ചെയ്യാം അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാം, അറിഞ്ഞു വയ്ക്കുക. കാരണം നമ്മുടെ ഫെഡറിക്കൽ ഹെസ്ബർജൻ്റെ ഇതിൽ തന്നെ ഉണ്ട് ടു ഫാക്ടർ തിയറി. മോട്ടിവേഷനിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടു ഫാക്ടർ തിയറി. അപ്പോൾ അതാണ് എംപ്ലോയീസിന് എന്തൊക്കെയാണ് വേണ്ടത്, ആ കമ്പനിയിൽ എന്താണ് ജോലിക്ക് ചെയ്യാനുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണ് ഉണ്ടാക്കണമെന്ന് ഉള്ളത് ശ്രദ്ധിക്കണം. എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് എംപ്ലോയീസ് വിത്ത് പെർഫോമൻസ് റെക്കോർഡ് കൺസിഡർ എക്സീഡ് ദ കമ്പനി എക്സ്പെക്റ്റേഷൻസ്. കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വരെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് എന്താ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യണം. Promoting employee to leadership role allow to display their talents and further improve their skills. Motivating employees also may improve employee retention with reduce the organized cost to replace worker due to the turnover. അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എംപ്ലോയീസിനെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടാലൻറ്റ് കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് ഗുണകരമാകുമെന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, എംപ്ലോയിയുടെ എന്താ പറയുക കൂടുതലും അവർക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇതുകൊണ്ട് സഹായിക്കും. ആസ്ക് എംപ്ലോയീസ് ടു വോളണ്ടിയർ ഫോർ റോൾസ്. ആസ്ക് എംപ്ലോയി ടു വോളണ്ടിയർ ഫോർ റോൾസ് വേർ ദേ ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ദെയർ capability. For example, if organization conduct formal orientation for new employees, ask current employees if they would like to become a presence at the orientation session. Engaging employee in organized wide project motivates them to showing confidence that they can perform challenge task. അതായത് ഇപ്പോൾ ഒരു പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാരെ നിലനിർത്തിയിട്ട്, അതായത് അവരെ വോളണ്ടിയറായിട്ട് നിർത്തിയിട്ട് എന്താണ് അവർ ചെയ്ത കാര്യങ്ങൾ, അവർ സഹിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടായ നല്ല ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്തുണ്ടാവുക, അവിടുത്തെ പുതിയ എംപ്ലോയീസിനൊരു മോട്ടിവേഷൻ ഉണ്ടാവും അല്ലേ.
നിങ്ങളിപ്പോൾ കോളേജിൽ ചേരുന്ന സമയത്ത് പഴയ ആൾക്കാരോട്, അതായത് ഇപ്പോൾ ആ കോളേജിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരോട് ചോദിക്കും ആ കോളേജ് എങ്ങനെയുണ്ട് എന്ന്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അതേപോലെ തന്നെ എംപ്ലോയീസ് പാസ്റ്റ് ഇയേഴ്സിലത്തെ എംപ്ലോയീസിനെ ആയിട്ട് അവർ ഒരു വയ്ക്കുക, അതൊരു വളണ്ടിയർ ആയിട്ട് വയ്ക്കുമ്പോൾ ഇവർക്കൊരു എൻകറേജ്മെൻ്റ് ആണ് ഉണ്ടാവുക. കളക്ട് എംപ്ലോയീസ് ഒപ്പീനിയൻ എംപ്ലോയി ഒപ്പീനിയൻ യൂസ്വലി റെഗുലർ ഷെഡ്യൂൾ സർവീസ് യൂഷ്വലി വൺസ് എ ഇയർ. ഒരു വർഷത്തിലെങ്കിലും എന്ത് വേണം, സർവേ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം, അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കാര്യങ്ങൾ കിട്ടണം, എപ്പോഴും എംപ്ലോയീസിൻ്റെ ഒപ്പീനിയന് തിരക്കണം. അപ്പോഴാണ് എംപ്ലോയീസിനൊരു സന്തോഷം ഉണ്ടാവുക. ഇത് ആർ ഫുള്ളി എൻഗേജ്ഡ് എംപ്ലോയി ഹു ആർ അബൌട്ട് ദെയർ ജോബ്സ് ആൻഡ് ഹു ടേക്ക് പ്രൈഡ് ഇൻ ദെയർ ക്വാളിറ്റി ഓഫ് വർക്ക്. അപ്പോൾ എന്താ ഉണ്ടാവുക, അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അവർ ചെയ്ത വർക്കിൻ്റെ കാര്യങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവും. ഇതൊക്കെയാണ് എന്തെന്ന് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞത്. ഇതാണ് MBM, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ, MBM. താങ്ക് യു.